ഹലോ, വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രിക്കാരൻ. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെർമോഡൈനാമിക്സിലെ പ്രഷർ വോളിയം വർക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്, ന്യൂമറിക്കൽസ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ തെർമോഡൈനാമിക്സിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പ്രഷർ വോളിയം വർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഡിഫറെൻറ്റ് പ്രോസസ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് വർക്കിൻ്റെ ഒരു രണ്ട് ഇക്വേഷൻ തന്നു. പിന്നെ ഫ്രീ എക്സ്പാൻഷൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നു. പിന്നെ ഒരു കർവ് തന്നിട്ട് വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പ്രഷർ വോളിയം ഗ്രാഫ് ആണെങ്കിൽ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്ന വർക്കിന് കറസ്പോണ്ടിങ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ കാണാത്ത ആളുകളാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അതിലുപരി നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ തെർമോഡൈനാമിക് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ പ്രഷർ വോളിയം വർക്കാണ്. അതിന് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം ചെയ്യാൻ ഒരു എളുപ്പത്തിന് ഇപ്പം നമുക്കറിയാം ഇറിവേഴ്സിബിൾ വർക്ക് അല്ലേ. ഇറിവേഴ്സിബിൾ വർക്കിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് -P ΔV ആണ്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ -P × 1/P2 -1/P1 × nRT എന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ W റിവേഴ്സിബിൾ എന്ന് പറയുന്നത് -2.303 nRT log V2/V1 എന്നോ അല്ലെങ്കിൽ P1/P2 എന്നോ എടുക്കാമെന്നും പറഞ്ഞു, അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ. ഇവിടെയെല്ലാം നിങ്ങൾക്ക് വർക്കിൻ്റെ വാല്യൂ കിട്ടുന്ന സംതിങ് ഒരു 100 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്നോ അല്ലെങ്കിൽ 100 ലിറ്റർ ബാർ എന്നോ ആയിരിക്കും. കാരണം ഇവിടെ പ്രഷറിന് നമ്മൾ സാധാരണ തരുന്ന യൂണിറ്റ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ബാർ, വോളിയത്തിന് സാധാരണ SI യൂണിറ്റ് മീറ്റർ ക്യൂബാണ്, പക്ഷേ സാധാരണ യൂണിറ്റ് ലിറ്റർ ആയതുകൊണ്ട് ഈ 2 ലിറ്റർ യൂണിറ്റിലായിരിക്കും നിങ്ങൾക്ക് വർക്കിൻ്റെ വാല്യൂ കിട്ടുന്നത്. പക്ഷേ നമ്മളുടെ പ്രോബ്ലത്തിൽ മിക്കവാറും വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസിലോ അല്ലെങ്കിൽ കാലറീസിലോ ആയിരിക്കും, മെയിൻലി ജൂളിലായിരിക്കും. അപ്പോൾ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ലിറ്റർ അറ്റ്മോസ്ഫിയറിനെ ജൂളിലേക്ക് മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ജൂളിലുള്ള ആറിൻ്റെ വാല്യൂ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ബിക്കോസ് വി ആർ അപ്ലൈങ് പ്രഷർ വോളിയം വർക്ക്, അത് ഗ്യാസസിനാണ്, നമ്മളതിനെ ജൂളിലുള്ള വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ഡിവൈഡഡ് ബൈ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ലിറ്റർ അറ്റ്മോസ്ഫിയർ ഇവിടെ നിന്ന് കട്ടായി പോകണമെങ്കിൽ ലിറ്റർ അറ്റ്മോസ്ഫിയറിലെ വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്തിലേക്കാണോ മാറ്റേണ്ടത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഏതാണോ കളയേണ്ടത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോളായി. നിങ്ങൾ നോക്കിയേ, ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം പെർ കെൽവിൻ പെർ മോൾ ക്യാൻസലായി. പിന്നെ ഉള്ളത് അറ്റ്മോസ്ഫിയർ, ഇവിടെ അറ്റ്മോസ്ഫിയർ ലിറ്റർ ക്യാൻസലായി. സോ നിങ്ങൾക്ക് ആൻസർ ജൂളിൽ കിട്ടും. അപ്പോൾ 8.314 ഡിവൈഡ് ബൈ 0.0821 ഈസ് സംതിങ് അറൗണ്ട് 101.3 ജൂളാണ്. അപ്പോൾ ഇങ്ങനെ ഓർക്കാതി, 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് 101.3 ജൂളാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ജൂളിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് വിത്ത് 101.3 ജൂൾ എന്ന് പറയുന്ന പോലെ. ലിറ്റർ ബാർ ആണെങ്കിൽ ഇതുപോലെ തന്നെ, ഇപ്പം ലിറ്റർ ബാറിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.083 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇത് ക്യാൻസൽ ആവുന്നു, ഇത് ബാറല്ല, ലിറ്റർ അറ്റ്മോസ്ഫിയർ അല്ല ബാർ, ഇത് ക്യാൻസൽ ആവുന്നു, ഇത് ക്യാൻസൽ ആവുന്നു. ഇത് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ 0.081 ബാർ ആയതുകൊണ്ട് 0.083. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ 100.2 ജൂൾ എന്ന് വരും. അതായത് ലിറ്റർ ബാറിനെ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടി 100.2. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊരു എളുപ്പത്തിന് വേണ്ടി ഓർത്ത് വയ്ക്കണം. അതായത് 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ ഇസ് ഈക്വൽ ടു 101.3 ജൂൾ. 1 ലിറ്റർ ബാർ ഇസ് ഈക്വൽ ടു 100.2 ജൂള്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ അറിയാമെങ്കിൽ വർക്കിനെ പെട്ടെന്ന് ജൂളിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. നിങ്ങൾ കാലറീസിലേക്ക് മാറ്റാൻ പറഞ്ഞെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, കാലറി വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. × 2 ഡിവൈഡഡ് ബൈ 0.081 സംതിങ് 24.4 സംതിങ് വരും. അതുപോലെ ബാർ ആണെങ്കിൽ ഇവിടെ 0.083, ദിസ് ഇസ് 24.1 സംതിങ് വരും. വേണമെങ്കിൽ അതും കൂടെ എഴുതിയേക്കാം. 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ ഈക്വൽ ടു 24.4 കാലറീസ് ആണ്. 1 ലിറ്റർ ബാർ ഇസ് ഈക്വൽ ടു 24.1 കാലറീസ് ആണ്. ഇതും കൂടെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമുണ്ടാവും. നമ്മളോട് കൂടുതൽ ചോദിക്കുന്ന ജൂളാണ്. സോ ജൂളിലുള്ള വാല്യൂ നന്നായിട്ട് ഓർത്തിരിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ
നമ്മളുടെ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. അതിൽ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കോണേ. 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ആ 1 എന്നുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. 1 മോളിലെ 1 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, ഇനി ഐഡിയൽ ഗ്യാസ് ആണെന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി പ്രസന്റ് ഇൻ എ പിസ്റ്റൺ ഫിറ്റഡ് സിലിണ്ടർ അറ്റ് 300 Kelvin ആൻഡ് 10 atm ഈസ് അലൗഡ് ടു എക്സ്പാൻഡ്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. റിവേഴ്സിബിളി, ദാറ്റ് ഓൾസോ അണ്ടർലൈൻ, ആൻഡ് ഐസോതെർമലി ബിക്കോസ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടു 24.6 ലിറ്റർ. ഡിറ്റർമൈൻ ദി വർക്ക് ഇൻവോൾവ്. ചോദ്യം ഇതാണ്. ഇനീഷ്യലി നിങ്ങളുടെ സിലിണ്ടറിൽ 300 Kelvin ആൻഡ് 10 atm പ്രഷറിൽ 1 mole ഐഡിയൽ ഗ്യാസ് ഉണ്ടായിരുന്നു. നമ്മളതിനെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ റിവേഴ്സിബിളി എക്സ്പാൻഡ് ചെയ്യാൻ സമ്മതിച്ചു. റിവേഴ്സിബിളി എന്ന് വെച്ചാൽ പ്രൊസീഡ്സ് ത്രൂ ഇക്വിലിബ്രിയം. സമ്മതിച്ച് എങ്ങോട്ടേക്ക് വന്നു? 24.6 ലിറ്റർ. അപ്പോൾ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 24.6 അപ്പോൾ ഇനീഷ്യൽ വോളിയം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, ഇല്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് വൺ. സോ ഡിറ്റർമൈൻ ദി വർക്ക് ഇൻവോൾവ്. ഇതാണ് നിങ്ങളുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആൻസർ എഴുതാൻ വേണ്ടി നോക്കിക്കോണേ. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തെഴുതണം. അപ്പോൾ 1 mole ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പം എത്രയാണ്? n is equal to നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 1. സോ n is equal to 1 mole അല്ലേ. ഇനി ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് ഐഡിയൽ ഗ്യാസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാമായിരിക്കും. PV is equal to nRT. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഇനീഷ്യലി പ്രസന്റ് ഇൻ എ പിസ്റ്റൺ ഫിറ്റഡ് സിലിണ്ടർ അറ്റ് ടെമ്പറേച്ചർ 300 Kelvin ആൻഡ് പ്രഷർ 10 atm അല്ലേ. അതായത് 1 mole ഐഡിയൽ ഗ്യാസ് ഉണ്ട്, ടെമ്പറേച്ചർ 300 ആണ്, പ്രഷർ 10 atm ആണ്. ഇത് ഇനീഷ്യൽ കണ്ടീഷനാണ്. സോ ദിസ് ഈസ് ഇൻ ദി ഇനീഷ്യൽ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ അറിയാം, പ്രഷർ അറിയാം, നമ്പർ ഓഫ് മോൾസ് അറിയാം. വെച്ചാൽ പ്രഷർ അറിയാം, നമ്പർ ഓഫ് മോൾസ് അറിയാം, ടെമ്പറേച്ചർ അറിയാം, R ഓൾറെഡി അറിയാം. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് V. So that V is represented as V1 and that is called initial volume. ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. So which is equal to nRT divided by P, which is equal to n 1 mole ആണ്. R പ്രഷറിൻ്റെ വാല്യൂ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് R നമ്മൾ 0.0821 യൂണിറ്റും കൂടെ എഴുതി പോകണം. ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ ഇൻറ്റു ടെമ്പറേച്ചർ 300 Kelvin ഡിവൈഡഡ് ബൈ പ്രഷർ 10 atm എന്ന് എഴുതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഇതിനകത്ത് ഈ ക്യാൻസൽ ചെയ്ത് കളയുവാണ്. അതായത് ഇവിടെ മോൾ ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്തു, കെൽവിൻ ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്തു, ATM ക്യാൻസൽ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ആൻസർ ലിറ്ററിൽ വരും. നിങ്ങൾ എന്ത് ചെയ്യാം? ആൻസർ മൈനസ് 0.0821 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 10 ലിറ്റർ എന്ന് ആൻസർ വരും. ദിസ് ഈസ് സംതിങ് അബൌട്ട് 2.46 ലിറ്റർ എന്ന് കിട്ടും. ഞങ്ങൾക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.46 ലിറ്റർ എന്ന് കിട്ടും. നിങ്ങൾ നോക്കിയേ, ഇത് നിങ്ങളുടെ ഇനീഷ്യൽ വോളിയമാണ്. ഇനീഷ്യൽ വോളിയം. ഈ ഇനീഷ്യൽ വോളിയത്തിൽ ഇരുന്ന ആളെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എവിടെ കൊണ്ടെത്തിച്ചു? 24.6. അപ്പോൾ ഇത് നിങ്ങളുടെ എന്താണ്? ഫൈനൽ വോളിയം. സോ V2 is equal to എത്ര? 24.6 ലിറ്റർ. അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഏത് കണ്ടീഷനാണ് അല്ലേ? ഐസോതെർമൽ എക്സ്പാൻഷൻ റിവേഴ്സിബിൾ കണ്ടീഷനാണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട വർക്ക് ഏതാ? റിവേഴ്സിബിൾ വർക്കാണ്. വിച്ച് ഈസ് ഈക്വൽ ടു -2.303 nRT log. ഇനി V2 by V1 ആണോ അതോ P1 by P2 ആണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ നമ്മൾ പ്രഷർ ചേഞ്ച് ചെയ്ത് നല്ല കണ്ടുപിടിച്ചേക്കുന്നത്. വോളിയം അതാ 2.46 നിന്ന് 24.6 എക്സ്പാൻഡ് ചെയ്തു. സോ ലോഗ് V2 ഡിവൈഡഡ് ബൈ V1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നോക്കിക്കോണേ, ഇതിൽ -2.303 ഇൻറ്റു എത്ര മോളാ? 1 മോള് ഇൻറ്റു R എത്രയായിരുന്നു? 0.0821 യൂണിറ്റ് ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാ? 300 Kelvin. അത്രയും ലോഗ് V2 എന്ന് പറയുന്നത് 24.6 ഡിവൈഡഡ് ബൈ 2.46. 24.6 ഡിവൈഡഡ് ബൈ 2.46 വരും. ശരി, ഇനി നമ്മളതിനെ യൂണിറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൽ നിങ്ങളുടെ ഈ മോൾ ഇൻവേഴ്സ് ക്യാൻസലായി, കെൽവിൻ ഇൻവേഴ്സ് ക്യാൻസലായി. സോ ദി ആൻസർ വിൽ ബി ഇൻ ലിറ്റർ ATM. നമ്മൾ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുവാണേ. -2.303 ഇൻറ്റു 0.0821 ഇൻറ്റു 300. ഇതെത്രയാണ്?
10 അല്ലേ 24.6 ഡിവൈഡ് ബൈ 2.46 10. നിങ്ങൾക്കറിയാം ലോഗ് 10ന്റെ വാല്യൂ 1 ആണ്. ദെയർഫോർ ഇൻറ്റു 1 ദിസ് മച്ച് ലിറ്റർ അറ്റ്മോസ്ഫിയർ കിട്ടി. ഇത്രയും ലിറ്റർ അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങളുടെ വർക്കിൻ്റെ ആൻസർ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ലിറ്റർ അറ്റ്മോസ്ഫിയറിലല്ല. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ലിറ്റർ അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഇനി നിങ്ങൾ സോൾവ് ചെയ്തെടുത്താൽ മതി. ജൂളിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ -2.303 ഇൻറ്റു 0.0821 into 300 into 1 liter ITM is equal to 101.3 joules. So you have to multiply this one into 101.3 joule. So the answer will be minus 5743 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും വർക്കാണ് ഈ പ്രോസസ്സിൽ നടന്നത്. അപ്പോൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള പ്രോബ്ലമാണ്. വളരെ കണ്ണിങ് ആയിട്ടുള്ള പ്രോബ്ലം ഒന്നല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. അവർ തന്നിരിക്കുന്ന ഡീറ്റെയിലിൽ ഇനീഷ്യൽ വോളിയം ഇല്ല. നമ്മൾ ഇനീഷ്യൽ വോളിയം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വഴി കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് റിവേഴ്സിബിളിൻ്റെ എക്സ്പ്രഷനിലോട്ട് കൊടുക്കുന്നു. ബാക്കിയുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇതിനെ കാൽക്കുലേഷൻ നടത്തുക. ഈ വാല്യൂലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും കേട്ടോ. എൻ്റെ കാൽക്കുലേറ്റർ ഇല്ല, ഞാൻ ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായി. സോ ദി ആൻസർ വിൽ ബി മൈനസ് 5743 ജൂൾ. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായിരിക്കുന്നേ. അടുത്തത് ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വായിക്കാം. 20 ലിറ്റർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് പ്രസന്റ് ഇൻ എ പിസ്റ്റൺ ഫിറ്റഡ് സിലിണ്ടർ അല്ലേ. 20 ലിറ്റർ എന്ന് പറയുമ്പം നിങ്ങളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിനെ V1 റെപ്രസെന്റ് ചെയ്തു. ഐഡിയൽ ഗ്യാസ് ആണ്. പ്രസന്റ് ഇൻ എ പിസ്റ്റൺ ഫിറ്റഡ് സിലിണ്ടർ അറ്റ് 10 ATM. ഇനീഷ്യൽ പ്രഷർ 10 ATM. is allowed to expand ചെയ്തേക്കുന്നത് കേട്ടോ. in a process in which P/V is constant. P/V എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. if the final volume, ഞാൻ ഇതിപ്പോൾ ഫൈനൽ വിട്ടുപോയായിരുന്നു, ഫൈനൽ വോളിയം ഓഫ് ദി ഗ്യാസ് ഈ 60 ലിറ്റർ. അപ്പോൾ നിങ്ങൾക്ക് V1 കിട്ടി, ഈ 60 ലിറ്റർ എന്നുള്ള V2 ആണ്. ഡിറ്റർമൈൻ ദി വർക്ക് ഇൻവോൾവ് ബൈ ദി ഗ്യാസ് അല്ലെ, വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 20 ലിറ്ററിൽ നിന്ന് 60 ലിറ്ററിലേക്ക് ഒറ്റയടിക്ക് മാറ്റുമല്ല ചെയ്തേ, അതോ ഒറ്റയടിക്കാണോ മാറ്റുകയാണോ ചെയ്തത് എന്നറിയാൻ വേണ്ടി നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. 20 ലിറ്ററിൽ നിന്ന് 60 ലിറ്ററിലേക്ക് മാറ്റി. ഇനീഷ്യലി നിങ്ങളുടെ പ്രഷർ 10 ATM ആയിരുന്നു. പക്ഷേ ഓരോ സ്റ്റേജിലും നിങ്ങൾ P/V എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആക്കി കീപ്പ് ചെയ്തേക്കുക. അതായത് പ്രഷർ എന്ന് പറയുന്ന 10 ATM ആണ്, വോളിയം ഇനീഷ്യലി 20 ATM. സോ P/V എന്ന് പറയുന്ന 1/2 ആണ്. ആ വാല്യൂ കോൺസ്റ്റന്റ് ആക്കി കീപ്പ് ചെയ്തുകൊണ്ട് 20ൽ നിന്ന് നിങ്ങൾ 60ലോട്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിലും ഇത് കോൺസ്റ്റന്റ് ആയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റേജ് വഴി എത്തിയതുകൊണ്ട് മിക്കവാറും ഇത് ഏതായിരിക്കും, റിവേഴ്സിബിൾ വർക്കായിരിക്കും. ഓരോ സ്റ്റേജ് വഴി എത്തിയതുകൊണ്ട് റിവേഴ്സിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റിവേഴ്സിബിളിൻ്റെ എക്സ്പ്രഷൻ എഴുതി നോക്കി. പറഞ്ഞേ -2.303 nRT log V2 by V1. അതായത് 20 ലിറ്ററിൽ നിന്ന് 60 ലിറ്ററിലേക്ക് P/V എന്ന് പറയുന്ന ആളെ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ റീച്ച് ചെയ്തു. അപ്പോൾ ഇത് റിവേഴ്സിബിൾ വർക്കായിരിക്കാം. അപ്പോൾ ഇത് റിവേഴ്സിബിൾ വർക്കാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ എഴുതി നോക്കി. പക്ഷെ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് അവർ തന്നിട്ടില്ല, ക്വസ്റ്റ്യനിലെ നമ്പർ ഓഫ് മോൾസ് ഇല്ല. ടെമ്പറേച്ചർ ഓഫ് ദി റിയാക്ഷൻ തന്നിട്ടില്ല, ഐസോതെർമലാണെന്ന് പറഞ്ഞിട്ടുമില്ല. V2 V1 മാത്രമേ ഉള്ളൂ. സോ അത് വെച്ചുകൊണ്ട് നമ്മൾക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാദ്യം പറഞ്ഞു എന്ത്, P/V ഈസ് എ കോൺസ്റ്റന്റ് K വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇനീഷ്യൽ കേസിലെ പ്രഷർ 10 ATM ആണ്, ഇനീഷ്യൽ കേസിലെ വോളിയം 20 ലിറ്റർ ആണ്. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പം ദിസ് ഇസ് 1/2 അറ്റ്മോസ്ഫിയർ ലിറ്റർ ഇൻവേഴ്സ് വരും. ഈ വാല്യൂ ഒരിക്കലും മാറാൻ പാടില്ല, അല്ല ഈ വാല്യൂ മാറാൻ പാടില്ല. ഇനി നിങ്ങൾക്കറിയാം പല പല സ്റ്റെപ്പിൽ വരുമ്പം ഓരോ സ്റ്റെപ്പിലെ എന്താ, ഈച്ച് സ്റ്റെപ്പ് വർക്ക് ഇസ് ഈക്വൽ ടു -P∆V ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ, W റിവേഴ്സിബിൾ കണ്ടുപിടിക്കാൻ ഇന്റഗ്രൽ V1 to V2 -P∆V എന്നുള്ളതിനെ dV ചെയ്താൽ മതി. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇന്റഗ്രൽ V1 to V2 മൈനസ് എടുത്തു, P∆P dV ആണ്. അപ്പോൾ Pനെ നമ്മൾ Vയുടെ ടൈമിലേക്ക് മാറ്റാൻ വേണ്ടി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കൊടുത്തായിരുന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി P/V ഈസ് എ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന്, ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് P is equal to K into V എന്ന് കിട്ടും. സോ ഇവിടെ K into V dV എന്ന് എഴുതി. Again which is equal to minus of K വെളിയിലിട്ടു, V1 to V2 V dV എന്ന് എഴുതി. നമുക്കറിയാം ഇന്റഗ്രൽ x dx എന്ന് വെച്ചാൽ എന്താ, x² by 2 ആണ്.
അപ്പോൾ ഇവിടെ നമ്മൾ അതേ റിലേഷൻ കൊടുത്തു. സോ ദിസ് ഈസ് മൈനസ് കെ ഇൻറ്റു വി സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ദി ലിമിറ്റ് v1 ടു v2. നമ്മൾ ഈ ലിമിറ്റ് കൊടുക്കും. എങ്ങനെയാണ്? മൈനസ് കെ ഇൻറ്റു അപ്പർ ലിമിറ്റ് v2 സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് v1 സ്ക്വയർ ബൈ 2 എന്നുള്ളത് നമ്മൾ ഈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടു. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നിങ്ങൾക്കറിയാം ഈ റിലേഷനിൽ നിന്ന് കെ ഈക്വൽ ടു എത്രയാണ്? 1/2 എന്ന് ഓൾറെഡി ഉണ്ട് അല്ലെ. കെ ഈസ് ഈക്വൽ ടു 1/2 എന്ന് ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ആ കെയുടെ സ്ഥാനത്ത് മൈനസ് 1/2 ഇൻറ്റു 2 കൊടുക്കുന്നു. v2 സ്ക്വയർ അല്ലെ. ഇനീഷ്യൽ വോളിയം എത്രയാണ്? v2 എന്ന് പറയുന്ന 60 ലിറ്ററും v1 എന്ന് പറയുന്ന 20 ലിറ്ററുമാണ്. അപ്പം നിങ്ങൾ ഇവിടെ 60 സ്ക്വയർ മൈനസ് 20 സ്ക്വയർ, സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/4 അല്ലേ. 3600 മൈനസ് 400 which is equal to minus 1/4 into 3200, and 4 and 32 will be cancelled 8. So this is minus 800 എന്ന് കിട്ടി. ഇനി നമ്മൾ യൂണിറ്റ് ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കറിയാം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ലിറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ലിറ്റർ ഇൻവേഴ്സ്, ഇപ്പം ഞാനിവിടെ കെയുടെ വാല്യൂ കെയുടെ സ്ഥാനത്ത് അറ്റ്മോസ്ഫിയർ ലിറ്റർ ഇൻവേഴ്സ് എന്ന് കൊടുത്തു. പിന്നെ വി സ്ക്വയർ അല്ലേ, അതെന്താണ്? ലിറ്റർ സ്ക്വയർ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ലിറ്റർ സ്ക്വയറിൽ ഒരു ലിറ്ററും ഇതും ക്യാൻസൽ ആയി പോകുമ്പോൾ ലിറ്റർ അറ്റ്മോസ്ഫിയർ. സോ 800 ലിറ്റർ അറ്റ്മോസ്ഫിയറിൽ ആൻസർ കിട്ടി. ഇത് മതി, ഇതാണ് നിങ്ങളുടെ ആൻസർ. ജൂളിലേക്ക് മാറ്റണമെങ്കിൽ മൈനസ് 800 ഇൻറ്റു 101.3 ജൂൾ ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് റീച്ച് ചെയ്യണം. അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ എടുക്കാൻ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. റിവേഴ്സിബിൾ P/V എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആക്കി കീപ്പ് ചെയ്തുകൊണ്ട് 20ൽ നിന്ന് 60ലേക്ക് എത്തിച്ചു. ഇവിടെ റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഇത് വെച്ചോണ്ട് W റിവേഴ്സിബിൾ അല്ല, ഇത് ഓരോ സ്റ്റെപ്പിലാണ് നടന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഓരോ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പിലെ വാല്യൂ എടുത്തിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ബിറ്റ്വീൻ ദി ലിമിറ്റ് v1 ടു v2 നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. സോ ദി ആൻസർ വിൽ ബി മൈനസ് 800 ലിറ്റർ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ മൈനസ് 800 ഇൻറ്റു 101.3 ജൂൾ. പിന്നെ ഈ വർക്കിൻ്റെ സൈനാറ്റിക് നെഗറ്റീവ് വരാൻ കാരണം എന്നാ? ദിസ് ഈസ് എക്സ്പാൻഷൻ വർക്ക് ആൻഡ് ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ബൈ ദി ഗ്യാസ്. വർക്ക് ഡൺ ബൈ ദി ഗ്യാസിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് ആണെങ്കിൽ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് തന്നെ ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ഇതാണ്. നോക്കിയാണേ, എ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, ഞാൻ ആ 1 അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഐഡിയൽ ഗ്യാസ് ഇനീഷ്യലി അറ്റ് 10 atm ആൻഡ് 300 Kelvin അല്ല, ഇനീഷ്യലി 10 atm ആൻഡ് 300 Kelvin ആണ്. ഈസ് അലൗഡ് ടു എക്സ്പാൻഡ്, അത് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു. അലൗഡ് ടു എക്സ്പാൻഡ് ഐസോതെർമലി ടു 1 atm. ഒന്നുകൂടെ പറയാമേ, 1 mole ഓഫ് ഐഡിയൽ ഗ്യാസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനീഷ്യലി അത് 10 atm ആൻഡ് 300 Kelvinലായിരുന്നു. അതിനെ നിങ്ങൾ ഐസോതെർമലി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്തു. എത്രയിലേക്ക്? 1 atm. അപ്പോൾ 10 atm ഇരിക്കുന്ന ആളെ 1 atm മാറ്റി. പക്ഷേ ഒറ്റയടിക്കല്ല മാറ്റിയത്, 2 സ്റ്റെപ്പ് വഴിയാണ് മാറ്റിയത്. ആദ്യം എന്ത് ചെയ്തു? റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ടു 5 atm. അതായത് 10 atm ഇരുന്ന ആളെ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ വഴി 5 atm എത്തിച്ചു. ഫോളോഡ് ബൈ പിന്നെ അയാളെ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ വഴി 1 atm എത്തിച്ചു. എന്ന് വെച്ചാൽ 10 atm ഇരിക്കുന്ന ആളെ നേരെ 1 atm എത്തിച്ചില്ല. ആദ്യം റിവേഴ്സിബിൾ എക്സ്പാൻഷൻ വഴി ഇൻഫിനിറ്റ് ടൈം എടുത്ത് 5 atm എത്തിച്ചു. അതിനുശേഷം ഫിനൈറ്റ് ടൈമിൽ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ വഴി 1 atm എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നിങ്ങളുടെ ചോദ്യം. നല്ല ചോദ്യമാണ് അല്ലേ? നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ പ്രഷർ വോളിയം ഗ്രാഫ് വരയ്ക്കണം. നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാനിവിടെ ഇത് വോളിയം ആക്സസ്, ഇത് പ്രഷർ ആക്സസ്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഇനീഷ്യലി 10 atm ആയിരുന്നു അല്ല, ഇനീഷ്യലി 10 atm. അപ്പോൾ ഇത് പ്രഷർ ആയതുകൊണ്ട് ഇതാണ് 10 atm എന്ന് വിചാരിച്ചോ. ഇവിടെ 10 atm പ്രഷർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇതാണ്. എത്ര വോളിയം എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല, ഇതാണ്. ഇനി 10 atm ഇരിക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സിബിൾ എക്സ്പാൻഷൻ വഴി 5 atm എത്തിച്ചു. റിവേഴ്സിബിൾ എക്സ്പാൻഷൻ വഴി 5 atm. റിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ 10 എന്നുള്ളത് നമ്മൾ 5 atm എത്തിച്ചു. അങ്ങനെ എത്തിക്കുമ്പോൾ നോക്കിയേ, വോളിയം കുറയുക ചെയ്തത്. പ്രഷർ കുറയുക ചെയ്തത്. പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും. കാരണം ഐസോതെർമൽ കണ്ടീഷനിൽ
പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അക്കോർഡിംഗ് ടു ഏത് ലോ? ബോയിൽസ് ലോ. ബിക്കോസ് നമ്പർ ഓഫ് മോൾസ് ഈസ് ഫിക്സ്ഡ്. നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചറും ഫിക്സ്ഡ് ആണെങ്കിൽ ഈ റിലേഷൻ ബോയിൽസ് ലോ ഒബേ ചെയ്യും. അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ പ്രഷർ എന്നുള്ളത് 10 ATM നിന്ന് 5 ATM മാറ്റി. ഗ്രാഫൊക്കെ നമ്മൾ വരയ്ക്കുന്ന കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചതെന്നാണ്. സ്മൂത്ത് കർവ് ഇങ്ങനെ വരും അല്ലേ? ഇത് ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് 5 ATM മാറി. ആ സമയത്ത് നമ്മളുടെ ഗ്യാസ് കാണിക്കുന്ന വോളിയം ഇതാണ്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിൻ്റെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭാഗത്ത് നടന്ന് ഏത് ഫിനോമെനാണ്? റിവേഴ്സിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോർഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് വർക്കിനെയാണ്? റിവേഴ്സിബിൾ വർക്ക്. നിങ്ങൾക്കിതെങ്ങനെ റിവേഴ്സിബിൾ ആണെന്ന് മനസ്സിലായി? അവർ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്? ഇതുണ്ടോ? റിവേഴ്സിബിൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 ATM ഇരിക്കുന്ന ആളെ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ വഴി 5 ATM എത്തിച്ചപ്പം വോളിയം ഇൻക്രീസ് ചെയ്തു. എത്ര വോളിയം ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് വോളിയം ഇൻക്രീസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ബിക്കോസ് നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷറും വോളിയം ഇൻവേഴ്സ് റിലേഷനിലാണ്. ദാറ്റ് ഈസ് കോൾഡ് ബോയിൽസ് ലോ. ഇനി രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നത് ഇറിവേഴ്സിബിളി എക്സ്പാൻഷൻ എഗെയിൻസ്റ്റ് 1 ATM. 1 ATM കണ്ടീഷനിൽ നിങ്ങൾ അയാളെ ഇറിവേഴ്സിബിളി എക്സ്പാൻഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് 5 ATM ആണ്. അതിനെ നമ്മൾ 1 ATM എന്ന് വെച്ചാൽ പ്രഷർ താന്നു. ഇപ്പോൾ ഇത് 1 ATM ആണെന്ന് വിചാരിച്ചോ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കിയെന്ന് വെച്ചാൽ മീനിങ് എന്നാ? ഇത് 1 ATM ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫുൾ 1 ATM ആണ്. പക്ഷെ നിങ്ങളുടെ വോളിയം കൂടി. കാരണം നിങ്ങൾ എക്സ്പാൻഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഗ്യാസ് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു, വോളിയം കൂടി. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗത്തെ പ്രഷർ എന്ന് പറയുന്നത് എത്രയാ? 1 ATM ആണ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് പ്രഷർ ആണ്. കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ഇറിവേഴ്സിബിൾ വർക്ക്. അതായത് വോളിയം ചേഞ്ച് ചെയ്തു എഗെയിൻസ്റ്റ് എ കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ. അപ്പോൾ ഇത് W ഇറിവേഴ്സിബിൾ. അപ്പോൾ ഇത് റിവേഴ്സിബിൾ വർക്കും ഇത് ഇറിവേഴ്സിബിൾ വർക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യം ഒരു ഗ്രാഫ് വരച്ചു വെച്ചാൽ പിന്നെ പണി എളുപ്പമായി. ഇനി പറ നെറ്റ് വർക്ക് ഇസ് ഈക്വൽ ടു പറയാം റിവേഴ്സിബിൾ വർക്ക് പ്ലസ് ഇറിവേഴ്സിബിൾ വർക്ക്. ഈ രണ്ട് വർക്കിൻ്റെയും സമ്മാണ്. ഇനി നമ്മൾ ആദ്യം റിവേഴ്സിബിൾ വർക്ക് എത്രയാണെന്ന് നോക്കാൻ പോവാണ്. റിവേഴ്സിബിൾ വർക്കിൻ്റെ ഇക്വേഷൻ -2.303 nRT ലോഗ് ഒന്നില്ലെങ്കിൽ V2/V1 അല്ലെങ്കിൽ P1/P2. ഇവിടെ നോക്കി, ഇവിടെ വോളിയം എത്രയാണെന്ന് നമുക്കറിയില്ല. വോളിയം V1 ഉം V2 എത്രയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് V2/V1 എഴുതാവുള്ളൂ. പക്ഷേ ഇനീഷ്യൽ പ്രഷർ 10 ഫൈനൽ പ്രഷർ 5 ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് P1/P2 എന്ന് എഴുതാം. സോ റിവേഴ്സിബിൾ വർക്കിൻ്റെ എക്സ്പ്രഷൻ -2.303 nRT ലോഗ് P1/P2 which is equal to -2.303 into number of moles 1 ആയിരുന്നു. ആറിൻ്റെ വാല്യൂ പ്രഷർ ATM ആയതുകൊണ്ട് 0.0821. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 Kelvin തന്നിട്ടുണ്ട്. ലോഗ് കണ്ടോ, P1 എന്ന് പറയുന്നത് 10 ATM അല്ലെ, P1 എന്ന് പറയുന്നത് 10 ATM P2 എന്ന് പറയുന്നത് 5 ATM ആണെങ്കിൽ ലോഗ് 10/5 ഇത് ക്യാൻസൽ ആയിട്ട് 2 കിട്ടും. So which is equal to -2.303 into 0.0821 into 300 into log 2.3010 and that much liter atmosphere. ഇതാണ് നമ്മളുടെ റിവേഴ്സിബിൾ വർക്കിൻ്റെ വാല്യൂ. അപ്പം നമ്മളുടെ ഈ പോർഷനിലെ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇത്രയും പോർഷനിലെ വർക്ക് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾക്ക് നെറ്റ് വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ ഈ പോർഷനിലെ വർക്കും കൂടെ കണ്ടുപിടിക്കണം. അത് നമുക്കറിയാം ഇറിവേഴ്സിബിൾ വർക്കാണ്. ഇറിവേഴ്സിബിൾ വർക്കിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് -P∆V ആണ്. പക്ഷേ ∆V എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം. ഇതുണ്ടോ, ഇതാണ് ചേഞ്ച് ഇൻ വോളിയം. പക്ഷെ അവിടുത്തെ വാല്യൂസ് ഒന്നും നമ്മൾക്ക് അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ∆V ഈ ഇക്വേഷൻ നേരെയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനത് പറഞ്ഞായിരുന്നു. അതിനെ പ്രഷറിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളൊരു ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. -P × 1/P2 -1/P1 1/P1 into nRT. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞ് എക്സ്റ്റേണൽ പ്രഷർ എത്രയായിരുന്നു? -1 ATM ഇൻറ്റു ഇനീഷ്യൽ പ്രഷർ -1/2 അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രഷർ നിങ്ങൾ എത്ര എടുത്തേ? 1. രണ്ടാമത്തെ പ്രഷറും 1. ഇപ്പോൾ ഇറിവേഴ്സിബിൾ വർക്ക് ഇത് P എക്സ്റ്റേണൽ ആണ്, അത് 1 കിട്ടുന്നു. 1/ ഇനീഷ്യൽ പ്രഷറും ഫൈനൽ പ്രഷർ കണ്ടുപിടിക്കണം. നോക്കിക്കോളൂ, ഗ്രാഫിൽ കാണിച്ചുതരാം. നോക്കി, ഇതിലെ എക്സ്റ്റേണൽ പ്രഷർ 1 atmosphere അഗെയിൻസ്റ്റ് ആണ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ എക്സ്റ്റേണൽ പ്രഷർ 1 എന്ന് എടുത്തു. ഇനി എത്രയിലേക്കാണ് മാറിയത്? 1 ATM.
ഇവരെന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞേക്കുന്നത് നോക്കി, ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ അഗേൻസ്റ്റ് 180m. എവിടുന്ന്? 580m നിന്ന്. സോ ഈ പ്രോസസ്സ് അനുസരിച്ച് നിങ്ങളുടെ ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്ന 580m ഫൈനൽ പ്രഷർ എന്ന് പറയുന്നത് 180m. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തും? 1/P2 എത്രയാ? 1 മൈനസ് 1/P1 5 ഇൻറ്റു n എത്രയാ? 1 6 0.0821 ടെമ്പറേച്ചർ 300. ഒന്നുകൂടെ പറയാം. ഇതിൽ നിങ്ങൾ റിവേഴ്സിബിൾ വർക്കിൻ്റെ എക്സ്പ്രഷൻ വെച്ച് നിങ്ങൾ അതിൻ്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇറിവേഴ്സിബിൾ വർക്കിൻ്റെ എക്സ്പ്രഷൻ -P∆V ആണ്. പക്ഷേ ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാൻ ഇവിടുന്ന് തൽക്കാലം മാർഗ്ഗമില്ല. ഇപ്പോൾ ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 1/P2 മൈനസ് 1/P1 ഇൻറ്റു NRT എന്ന് പറയുന്ന ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ച് ഡിറൈവ് ചെയ്തായിരുന്നു. ഈ P എന്ന് പറയുന്ന എക്സ്റ്റേണൽ പ്രഷറാണ്. അപ്പോൾ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ നടന്ന പ്രഷർ 180m ആണ്. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഹിയർ വിത്ത് 1. ഇനി ഈ P2 P1 എന്താണെന്ന് അറിയണം. P2 ഫൈനൽ പ്രഷറാണ്. ഈ റിയാക്ഷൻ തീർന്നു കഴിയുമ്പോൾ അവസാനത്തെ പ്രഷർ 180m ആണ്. പക്ഷേ ഇതിനെ എവിടുന്നാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയത്? 5ൽ നിന്നാണ് 180mലേക്ക് മാറ്റിയത്. അപ്പോൾ ഈ പ്രോസസ്സിനെ സംബന്ധിച്ച് ഇത് ഇനീഷ്യൽ പ്രഷറും ഇത് ഫൈനൽ പ്രഷറുമാണ്. സോ 1/P2 1, 1/5 P1 എന്ന് പറയുന്ന 5 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു 1/5 എന്ന് പറയുന്ന 0.2 ആണ് ഇൻറ്റു 0.0821 ഇൻറ്റു 300. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇത് എത്രയാണ്? 0.8 into 0.0821 into 300, that much liter atmosphere. ഇതാണ് എന്ത്? ഇറിവേഴ്സിബിൾ വർക്ക്. അപ്പം ആദ്യത്തെ നമ്മൾ റിവേഴ്സിബിൾ വർക്ക് എഴുതി, രണ്ടാമത്തത് ഇറിവേഴ്സിബിൾ വർക്ക് എഴുതി. therefore net work is equal to W reversible plus W irreversible. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വാല്യൂവിനെയും കൂടെ സം ചെയ്യണം. ഈ വാല്യൂ പറ, -2.303 into 0.0821 into 300 into 0.3010 plus reversible -0.8 into 0.0821 into 300. അപ്പോൾ ഇത്രയും വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്ന ലിറ്റർ അറ്റ്മോസ്ഫിയറിലാണ്. ഇനി നിങ്ങൾ ദിസ് മച്ച് എമൗണ്ട് ഓഫ് വാല്യൂ ഇൻറ്റു 101.3 ജൂളും കൂടെ ചെയ്താൽ ആൻസർ ജൂളി വരും. നിങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇത് -3741.3 ജൂള് എന്ന ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നോക്കണം. കാൽക്കുലേഷനിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല. നിങ്ങൾക്ക് ഇത്രയും ആക്കി തന്നു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ചെയ്തോണം. അപ്പോൾ ഇവിടെ പ്രോബ്ലം നമ്മളൊരു ഗ്രാഫ് വരച്ചു. അതിൽ ഈ പോർഷൻ എഴുതുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം. ഇറിവേഴ്സിബിൾ വർക്ക് എഴുതുമ്പം എക്സ്റ്റേണൽ പ്രഷർ 180mലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ അഗെയിൻസ്റ്റ് 180m. സോ എക്സ്റ്റേണൽ പ്രഷർ 180m ആണ്. പക്ഷേ എത്തിച്ചേർന്നതും 180m എവിടുന്ന്? 580m. സോ ദിസ് ഇസ് P1 ആൻഡ് ദിസ് ഇസ് P2. അത് വെച്ച് നമുക്ക് ∆V അറിയത്തില്ലെങ്കിലും പ്രോബ്ലം ചെയ്തെടുത്തു. ആ രണ്ട് വാല്യൂ കൂടെ സമ്മപ്പ് ചെയ്താൽ നെറ്റ് വർക്ക് ഡൺ കിട്ടി. സോ ദിസ് ഇസ് -3741.3 ജൂള്. നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The magnitude of work done by a gas that undergoes a reversible expansion along the path ABC shown in the figure is, and this is the question from 2019 JE Mains. JE Mains ne vecha 2019 question ആണ്. Magnitude of the work done by the gas that undergoes a reversible expansion along the path ABC shown in the figure. Reversible expansion ആണ്. ഇനി നിങ്ങൾ എന്ത് പ്രോസസ്സ് ആണെങ്കിലും ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നാൽ പിന്നെ നിങ്ങൾ ഇക്വേഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലടോ. നമ്മളൊരു ക്ലൂ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഗ്രാഫ് നോക്കി, ഇതിൽ പ്രഷർ, ഇത് പാസ്കൽ, ഇത് മീറ്റർ ക്യൂബാണ്. പാസ്കലും മീറ്റർ ക്യൂബും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഡയറക്റ്റ്ലി എന്താണ്? വർക്കാണ്. നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ഏരിയ അണ്ടർ കർവ് ഏരിയ അണ്ടർ കർവ് ഇസ് ഈക്വൽ ടു വർക്കാണ്. അപ്പം നമ്മൾ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്നതിൻ്റെ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ പോവാം. ഏരിയ കണ്ടുപിടിക്കാൻ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഏരിയ, ഈ ജോമെട്രിയുടെ ഏരിയ നിങ്ങൾക്കറിയാം. എന്ത്? പാരലൽ സൈഡിൻ്റെ സം എടുക്കുക ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കുക. ഒരു ലൈൻ വരച്ചു. അപ്പം നിങ്ങളുടെ ഈ ജോമെട്രി 2 ജോമെട്രി ആയിട്ട് മാറി. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു
നോക്കി ഇവിടെ സൈഡ് എത്രയാണ്? ഇവിടെ നമ്മൾ തുടങ്ങുന്ന 2, 2 നിന്നാണ് കേട്ടോ. ഇവിടെ തുടങ്ങുന്ന 2, 4, 6, 8. ഇവിടെ 2, 4, 6, 8 അങ്ങനെ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2, 4, 6 6 ആണ്. ഇവിടെയോ 6 ആണ്. ഇവിടെയോ 2, 4, 6 6. ഇവിടെയോ 6. അപ്പോൾ ഈ പറയുന്ന സാധനം എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. സ്ക്വയറും പിന്നെ ഒരു ട്രയാങ്കിളും, അല്ല ഒരു സ്ക്വയറും ഉണ്ട് ഒരു ട്രയാങ്കിളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ചെയ്താൽ മതി. ഏരിയ ഓഫ് സ്ക്വയർ അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് നമ്മൾ ചെയ്യാൻ പോവാണേ. ഓക്കെ, നമ്മളുടെ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് 6 അല്ലേ? ഇത് 6 ആണ്. അപ്പോൾ എങ്ങനെയാണ്? 6 × 6 പ്ലസ് ഹാഫ് ഇൻറ്റു ട്രയാങ്കിളിൻ്റെ ബേസ് നോക്കി 2, 4 4 ഇൻറ്റു ഹൈറ്റ് നോക്കി 6. ഓക്കെ, 6 ഈക്വൽ ടു 6 × 6 36 പ്ലസ് ഇത് രണ്ടും കട്ടായി പോകുന്നു 2 അല്ലേ? 6 × 2 12 വിച്ച് ഈസ് ഈക്വൽ ടു 48 വരും. നിങ്ങൾ യൂണിറ്റ് എഴുതുമ്പം നോക്കിയോണേ, നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും പ്രഷർ വോളിയം വർക്കാണ്. സോ പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കലും മറ്റത് മീറ്റർ ക്യൂബുമാണ്. പക്ഷെ നിങ്ങളുടെ ഓപ്ഷനിൽ ജൂളാണ്. സോ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, ഇത് ജൂളിൽ നിന്ന് അങ്ങ് ഇട്ടാൽ മതി. കാരണം 1 പാസ്കൽ മീറ്റർ ക്യൂബ് ഇതെന്ന് പറഞ്ഞാൽ SI സിസ്റ്റമാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ജൂളാണ്. ഒരു പാസ്കൽ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ഒരു ജൂളാണ്. സോ ദി ഏരിയ എൻക്ലോസ്ഡ് അണ്ടർ ദി കർവ് ഈസ് ഈക്വൽ ടു 48 ആണ്. അതുകൊണ്ട് ഈ പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 48 ആണ്. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആണ്. ബൈ ദി ഗ്യാസ് എന്ന് പറയുമ്പോൾ സൈൻ ഏതാ? നെഗറ്റീവ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കുന്ന സൈൻ പോസിറ്റീവ് ആണ്. ഇനി ഇൻ കേസ് നിങ്ങളുടെ ഓപ്ഷനിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ എഴുതരുത്, ബിക്കോസ് ദേ ആസ്ക്ഡ് അബൌട്ട് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വർക്ക് അല്ലേ? അതായത് വർക്കിന്റെ മാഗ്നിറ്റ്യൂഡേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നെഗറ്റീവ് സൈൻ ഇടേണ്ട ആവശ്യമില്ല. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണ്? 48 ആണ് അല്ലേ? വാട്ട് ഈസ് ദി വർക്ക് ഡൺ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ -48 ജൂൾ ആയിരിക്കും. പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ 48 ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കർവിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ആൻസർ ആയി. ഓക്കെ, ഈ ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കിയോണേ, 1 mole ഓഫ് an ideal gas, 1 ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഐഡിയൽ ഗ്യാസ് പ്രസന്റ് അറ്റ് 300 Kelvin and 1 atm ഈസ് സ്റ്റേജ് 1 ആണ്. അത് സ്റ്റേറ്റ് 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അതായത് 1 മോൾ ഐഡിയൽ ഗ്യാസ് ഉണ്ട്. ഇനീഷ്യലി അതിൻ്റെ ടെമ്പറേച്ചർ 300 പ്രഷർ 180 ആണ്. അതിനെ സ്റ്റേറ്റ് 1 എന്ന് എടുത്തു. അതിന് നമ്മൾ താഴെ പറയുന്ന ചേഞ്ചുകൾ വരുത്തുവാണ്. 1 ഐസോബാറിക് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ പ്രഷർ മാറാണ്ട് നമ്മൾ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്ത് ഇനീഷ്യൽ വോളിയത്തിൻ്റെ ഡബിളാക്കി. അത് നമ്മൾ സ്റ്റേറ്റ് 2 എന്ന് വിളിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? വോളിയം കോൺസ്റ്റന്റ് ആക്കി. ഐസോകോറിക് കൂളിംഗ് ടു ഹാഫ് ദി ടെമ്പറേച്ചർ ഇൻറ്റു സ്റ്റേറ്റ് 3. ഐസോകോറിക് കൂളിംഗ് വഴി നമ്മൾ ടെമ്പറേച്ചർ പകുതിയാക്കി. പിന്നെ എന്ത് ചെയ്തു? ഐസോ തെർമൽ റിവേഴ്സിബിൾ കംപ്രഷൻ. ഇപ്പോൾ നമ്മൾ എക്സ്പാൻഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. കംപ്രഷൻ നടത്താന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ചുപോയി ടു സ്റ്റേറ്റ് 1. അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. അപ്പോൾ ഈ റിയാക്ഷനിലെ നെറ്റ് വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദ്യം. അതിന് ആദ്യം നമ്മൾ അത് വരയ്ക്കാൻ വേണ്ടി നോക്കിയോണേ, ഇവിടെ നമ്മൾ എന്ത്? ഈ ആക്സിസിൽ പ്രഷറും ഈ ആക്സിസിൽ വോളിയം. സോ ദിസ് ഇസ് വോളിയം ആൻഡ് ദിസ് ഇസ് പ്രഷർ. ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അവർ ആദ്യം പറഞ്ഞിരിക്കുന്നത് 1 mole ഓഫ് an ഐഡിയൽ ഗ്യാസ് പ്രസന്റ് അറ്റ് 300 Kelvin and 1 atm. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 1 atm ആണ്. അപ്പോൾ ഞാൻ അതിനെ സ്റ്റേജ് 1 എന്ന് എഴുതി. ദിസ് ഈസ് യുവർ സ്റ്റേജ് 1. ഇനി ഈ സ്റ്റേജ് 1-നെ ഐസോബാറിക് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ വോളിയം കൂടുന്നു. പക്ഷേ ഐസോബാറിക് ആയതുകൊണ്ട് പ്രഷറിന് മാറ്റമില്ല. സ്റ്റേജ് 2-ലേക്ക് മാറി അല്ലേ? സ്റ്റേജ് 2-ലെ പ്രത്യേകത എന്നാ? സ്റ്റേജ് 2-ൽ വന്നപ്പം വോളിയം ഡബിൾ ആയി. സോ വോളിയം ഡബിൾസ് അല്ലേ? പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം ഡബിൾസ്. ഐസോബാറിക് എന്ന് വെച്ചാൽ ΔP = 0 ആണ്. ഇനി അടുത്ത സ്റ്റേജിൽ 2 എന്നുള്ള സ്റ്റേജിൽ എത്തിയതിനു ശേഷം നിങ്ങൾ അതിനെ ഐസോകോറിക് എന്ന് വെച്ചാൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് വെച്ചാൽ ഇത് അല്ലേ? വോളിയത്തിന് മാറ്റമില്ല. അപ്പോൾ കൂളിംഗ് ടു ഹാഫ് ദി ടെമ്പറേച്ചർ ടു സ്റ്റേജ് 3. ഇത് സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3-ലെ പ്രത്യേകത എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ബിക്കംസ് ഹാഫ്. ടെമ്പറേച്ചർ ഹാഫായി. ശരി, ഇനി അടുത്ത സ്റ്റേജിൽ
ഐസോതെർമൽ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് റിവേഴ്സിബിൾ കംപ്രഷൻ ആണ്. കംപ്രഷൻ എന്ന് വെച്ചാൽ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കരുതല്ലോ. റിവേഴ്സിബിൾ കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഇത് സ്റ്റേജ് 1ലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രോസസ്സിൻ്റെ ഗ്രാഫ്. സ്റ്റേജ് 1, സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2, സ്റ്റേറ്റ് 3. നിങ്ങളുടെ നെറ്റ് വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദ്യം. അപ്പം നെറ്റ് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി വർക്ക് ഇസ് ഈക്വൽ ടു W is equal to വർക്ക് ഡൺ ഓൺ 1, 2 അല്ലേ, അല്ലെങ്കിൽ 1, 2 ഈ പാത്ത് പ്ലസ് വർക്ക് 2, 3 പ്ലസ് W 3, 1. അതായത് ഇവിടെയുള്ള വർക്കിൻ്റെയും ഇവിടെ നടന്ന വർക്കിൻ്റെയും സമ്മാണ്. അപ്പോൾ നമ്മളുടെ ഈ ഗ്രാഫിൻ്റെ അകത്ത് ഇപ്പോൾ നെറ്റ് വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? W12 പ്ലസ് W23 പ്ലസ് W31. നമുക്ക് ഈ ഗ്രാഫിൽ നമ്മളുടെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതാവേ. ഈ റിയാക്ഷൻ തുടങ്ങുന്നത് 300 കെൽവിൻ ടെമ്പറേച്ചറിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 1 മോൾ ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് വരുമ്പം വോളിയം ഡബിൾ ആയെന്ന് പറഞ്ഞു. പ്രഷർ കോൺസ്റ്റൻറ്റ്, നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റൻറ്റ്, വോളിയം ഡബിൾ ആയാൽ ടെമ്പറേച്ചറും ഡബിൾ ആകും അല്ലേ. വോളിയം ഡബിൾ ആയാൽ ടെമ്പറേച്ചറും ഡബിൾ ആകും. ഏത് ലോ? ചാൾസ് ലോ. അപ്പോൾ നിങ്ങളുടെ ചാൾസ് ലോ അനുസരിച്ച് ഇവിടെയുള്ള ടെമ്പറേച്ചർ 600 കെൽവിനായി. ഇനി ഇങ്ങോട്ടേക്ക് ഡെൽറ്റ വിയുടെ വാല്യൂ 0 ആണ്. കാരണം ഇത് ഐസോകോറിക്കാണ്, കോൺസ്റ്റൻറ്റ് വോളിയം. ഡെൽറ്റ വിയുടെ വാല്യൂ 0, കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഇവിടെ നിന്ന് നോക്കിയേ പ്രഷർ എന്തോ സംഭവിച്ചു. പ്രഷർ എന്താ സംഭവിച്ചതെന്നറിയില്ല, പക്ഷെ അവർ ടെമ്പറേച്ചർ ഹാഫായെന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ ഹാഫായെന്ന് വെച്ചാൽ പിന്നെയും അത് 300 കെൽവിനായി. ടെമ്പറേച്ചർ വോളിയം കോൺസ്റ്റൻറ്റ്, ഫിക്സഡ് നമ്പർ ഓഫ് മോൾസിലെ ടെമ്പറേച്ചർ ഹാഫ് ആകുമ്പം പ്രഷറും ഹാഫ് ആവും. ഏത് ലോയാ? ടെമ്പറേച്ചറും പ്രഷറും ഗേ-ലുസാക്സ് ലോ അല്ലേ, ഗേ-ലുസാക്സ് ലോ. അപ്പോൾ ഇവിടെ പ്രഷർ എത്രയായിരുന്നു? 180 m ആയിരുന്നു. 180 m പ്രഷറായിരുന്നു. ഇവിടെയും പ്രഷർ 180 m ആണ്. അപ്പോൾ ഇവിടെ പ്രഷർ എന്തായിട്ട് മാറും? ഹാഫ് 80 m ആയിട്ട് മാറി. ശരി, ഇനി ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് 180 m പോയേക്കുന്നത്. ഇത്രയും പ്രോസസ്സും കൂടെ ഓർത്ത് വയ്ക്കണം. ഇനി നമ്മൾ വർക്ക് ഓരോന്ന് കണ്ടുപിടിക്കാൻ പോവാണേ. അതിൽ ആദ്യത്തെ സ്റ്റേജ് നോക്കിയോ, ഈ ഗ്രാഫും ഇതും കൂടെ നോക്കണം. ആദ്യത്തെ സ്റ്റേജിൽ W12 എന്ന് പറയുന്നത് ഈ പാത്തിലെ വർക്കാണ്. പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇത് ഇറിവേഴ്സിബിൾ വർക്കാണെന്ന് നിങ്ങൾക്കറിയാം. ഇറിവേഴ്സിബിൾ വർക്കാണ്, വിച്ച് ഈസ് ഈക്വൽ ടു -P ഡെൽറ്റ വി ആണ്. ഇതിൽ ഡെൽറ്റ വി എത്രയാണെന്നറിയില്ല, പക്ഷെ വോളിയം ഡബിൾ ആയെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. എത്രയാ വോളിയം? 10 ലിറ്ററിൽ നിന്ന് 5 ലിറ്റർ അല്ലെ 20 ലിറ്ററിലേക്ക് മാറി, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? -P ഡെൽറ്റ വി -P ഇൻറ്റു V2 - V1 എഴുതി. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് V2 എന്ന് പറയുന്നത് 2V1 ആണ് അല്ലെ, ഇനീഷ്യൽ വോളിയത്തിൻ്റെ ഡബിൾ ആയി. അപ്പോൾ നമ്മളത് ഇവിടെ കൊടുക്കുമ്പോൾ -P ഇൻറ്റു 2V1 - V1 വിച്ച് ഈസ് ഈക്വൽ ടു -PV1 ആയി. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുള്ളിടത്തോളം കാലം ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് PV is equal to nRT എന്ന് അപ്ലൈ ചെയ്യാം. സോ ഇവിടെ PVക്ക് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? -NRT എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു -n എത്രയാ? 1. നിങ്ങൾക്ക് ജൂളിലാണ് വേണ്ടെങ്കിൽ ഇൻറ്റു 8.314 ഇൻറ്റു ടെമ്പറേച്ചർ 300 സംതിങ് അറൗണ്ട് -249 ജൂളിന് ഡയറക്റ്റ്ലി കിട്ടും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ R ഓൾറെഡി ഉണ്ട്, നിങ്ങൾ 8.314 എടുത്ത് ചെയ്താൽ മതി. ജൂളിൽ ചെയ്യണം. അപ്പോൾ ലിറ്റർ അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനെ ജൂളിലേക്ക് മാറ്റാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തന്നു. ഇല്ലെങ്കിൽ നേരിട്ട് ജൂളിലേക്ക് എടുത്ത് ചെയ്താൽ മതി. -249 ജൂളിന് കിട്ടി. അപ്പോൾ ഇത് ഈ പാത്തിലെ വർക്കാണ്. ഇനി W23 എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് അറിയാൻ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആണ്. ഡെൽറ്റ വി 0 എന്ന് വെച്ചാൽ മീനിങ് എന്നാ? ഇവിടെ പ്രഷർ ഇവിടുന്ന് എന്താ സംഭവിച്ചേക്കുന്നത്? ഐസോകോറിക് എക്സ്പാൻഷനാണ്. അപ്പോൾ വോളിയം ചേഞ്ച് ഇല്ല എങ്കിൽ ഒരിക്കലും വർക്കിന് വാല്യൂ ഉണ്ടാവില്ല, 0 കാരണം ഡെൽറ്റ വി 0 ആണെങ്കിൽ മീനിങ് എന്നോ വർക്ക് 0 അല്ലേ. ഡെൽറ്റ വി 0, ചേഞ്ച് ഇൻ വോളിയം ഇല്ല എങ്കിൽ വർക്ക് 0 ആയിരിക്കും. സോ W23 എന്നുള്ള 0 ബിക്കോസ് ഡെൽറ്റ വി ബിക്കംസ് 0. ഡെൽറ്റ വി 0. ഇനിയുള്ളത് W31 ആണ്. W31 എന്ന് പറയുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് റിവേഴ്സിബിൾ ആണ്. സോ -2.303 NRT ലോഗ്. നിങ്ങളിവിടെ ചെയ്യേണ്ടത്
ഇവിടുത്തെ പ്രഷർ P3 ആണ്, ഇവിടുത്തെ പ്രഷർ P1 ആണ്, ഇവിടെ P2 ആണ്. ഇവിടുത്തെ വോളിയം എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ പ്രഷർ ഇവിടെ 180 mm ആണെന്നറിയാമായിരുന്നു. ഇവിടെ എത്രയാ 1/2 ATM നമുക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഈ സ്റ്റേജിലെ ഇത് ഇനീഷ്യലും ഇത് ഫൈനലുമാണ്. നമ്മളുടെ ഇക്വേഷൻ തന്നെ ഇനി -2.303 nRT log V2 by V1 അല്ലെങ്കിൽ P1 by P2 ആണ്. ഇനീഷ്യൽ പ്രഷർ ബൈ ഫൈനൽ പ്രഷർ. ഇനീഷ്യൽ പ്രഷർ P3 യും ഫൈനൽ പ്രഷർ P1 ആണ്. So which is equal to -2.303 into N1 into 8.314 into temperature 300, ഓൾറെഡി ഇവിടുന്ന് 300 ആയി, പിന്നെ അല്ലേ 300 ഇൻറ്റു ലോഗ് P2 by P1 എന്ന് പറയുമ്പോൾ എത്രയാണ്? ലോഗ് P2 1/2 P1 1. So this is 1/2 by 1/2 itself. So which is equal to 2.303 into 8.314 into 300 log 2 എന്ന് എഴുതാം. എന്നുവെച്ചാൽ ഞാൻ 1/2 2 ആക്കുമ്പോൾ ഈ സൈൻ മാറി, ഈ സൈൻ മാറിക്കോട്ടെ, കാരണം ഇത് എന്ത് വർക്കാണെന്ന് അവർ പറഞ്ഞത്, ഇത് റിവേഴ്സിബിൾ കംപ്രഷൻ ആണ്. കംപ്രഷൻ എന്ന് പറയുമ്പോൾ വർക്കിൻ്റെ സൈൻ തന്നെ ആയിരിക്കും പോസിറ്റീവ്. നിങ്ങൾക്കിവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പം ഞാനിത് പോസിറ്റീവ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും, കാരണം ഇത് ലോഗ് 1/2 അല്ലേ, നെഗറ്റീവ് വാല്യൂ വരും, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് വരും. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏകദേശം 1729 ജൂളാണ്. അപ്പോൾ ഇത് 231 പാത്തിലെ വർക്ക്. അപ്പോൾ നോക്കിയേ, ഈ പാത്തിലെ വർക്ക് എന്ന് പറയുന്നത് -249 ജൂളാണ്, ഈ പാത്തിലെ വർക്ക് 0 ജൂളാണ്, ഈ പാത്തിലെ 1729 ജൂളാണ്. Therefore അല്ലേ, നെറ്റ് വർക്ക്, therefore net work W is equal to W12 minus 249 joule plus W230 joule W31 1729 joule. ഇത് ചെയ്യുമ്പം 1729 മൈനസ് 249 ചെയ്യുമ്പം 08 അല്ലേ 4 1480 ജൂൾ എന്ന് വരും. അപ്പോൾ ഈ എൻ്റയർ പ്രോസസ്സിനെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് 1480 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ഓർത്തോണം, വർക്ക് ഡണ്ണിൻ്റെ നമ്മൾ 2-3 പ്രോബ്ലം ചെയ്തു. ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് വർക്കിന് കറസ്പോണ്ടിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം ഇത്രയും പ്രോബ്ലംസ് മതി, നിങ്ങൾക്കിപ്പോൾ വർക്കിനെ കുറിച്ച് ഐഡിയ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഇത് വെച്ച് കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. തെർമോഡൈനാമിക്സിൻ്റെ പ്രത്യേകത അതാണ്, നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻസ് ആണ് അല്ല, ഈ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും പ്രോസസ്സ്. പക്ഷേ അത് നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വന്തം ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഗ്രാഫ് പോലെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓരോ പാത്തിലെ വർക്ക് കണ്ടുപിടിച്ചിട്ട് കൂട്ടി നോക്കിയാൽ മതി. ഇതെല്ലാം ഇപ്പം ഞാനെടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിലെ ഓരോന്നിൻ്റെ ഇയർ ഞാൻ ഓർക്കുന്നില്ല, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞൊരു ഇത് ബണ്ടിലിൽ നിന്ന് എടുത്താണ്. അതിൽ മറ്റേത് ഒരെണ്ണം ഞാൻ പറഞ്ഞ 2019 ജിയുടെ. അപ്പം ഞാൻ ഏരിയ അണ്ടർ ദി കർവും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. എപ്പോഴും ഇങ്ങനെ ഗ്രാഫ് ഡയഗ്രാം വരച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്ക് പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.